ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സയൻസ് ലോഗോസ്. ഈ രാവിലെ തന്നെ ഈ കണ്ട സാധനങ്ങളെല്ലാം പെറുക്കി കെട്ടി ഞങ്ങളിത് എങ്ങോട്ടാണ് പോണേന്നല്ലേ. ഞങ്ങളിപ്പോൾ ഉള്ളത് റാസൽ ഖൈമയിലാണ്. നമ്മുടെ ദുബായ് ട്രിപ്പിലെ ഡേ 4 ആണിന്ന്. സോ ഇന്നത്തെ നമ്മുടെ യാത്ര റാസൽ ഖൈമയിലെ ജബൽ ജൈസിലേക്കാണ്. ജബൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മൗണ്ടെയിൻ എന്നാണ് കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ജബൽ ജൈസ് ഒരു ഡ്രൈ മൗണ്ടെയിൻ ആണ്. അങ്ങനെ ഞങ്ങളുടെ ജബൽ ജൈസ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേലേക്ക് സൈക്കിളിൽ ചോട്ടിട്ട് പോവാ. വഴിയൊക്കെ ഉണ്ടാവില്ലേ, നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കണ്ടോ ഈ രണ്ടുപേരൊക്കെ ഉണ്ടോ? ഭയങ്കര സ്റ്റാമിന വേണം, ഭയങ്കര തണുപ്പാണ്. ഇവിടെ ആക്ച്വലി അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരു ഡെക്ക് പാർക്കാണ്. ഇവിടെ ഒരു വ്യൂയിങ് ഡെക്ക് പാർക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് കയറാനുള്ള പ്ലാൻ. സൺറൈസ് ഓൾറെഡി കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ ജബൽ ജൈസ് മൗണ്ടൈൻ്റെ മേലെത്തി. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആക്ച്വലി എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി അറിയില്ല. സോ നമുക്ക് നിഖിലിനോട് ചോദിക്കാം. നിങ്ങളുടെ പറയൂ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ. യു എയില് 2 വലിയ മൗണ്ടൻസ് ആണ് ഉള്ളത്. ഒന്ന് ജബൽ ജൈസും ജബൽ ഹഫീത്ത്. ജബൽ ജൈസ് ആണ് ഏറ്റവും വലുത്. ഇവിടെ നമ്മൾ നോർമൽ ക്ലൈമറ്റിലൊക്കെ എപ്പോഴും ഒരു 10 ഡിഗ്രീസ് കുറവായിരിക്കും താഴത്തുനിന്ന്. നമ്മൾ ഏറ്റവും ഹോട്ട് സീസണൊക്കെ വരുമ്പോൾ താഴേക്ക് 40 ഡിഗ്രീസ് ആകുമ്പോൾ ഇവിടെ ഒരു 30-32 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ 0 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ പിന്നെ ഇപ്പൊ ഒരു 5 ഡിഗ്രി to 6 ഡിഗ്രി അതൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നല്ല തണുപ്പാണ്. പിന്നെ ഇപ്പൊ ഏറ്റവും ടോപ്പിലല്ല, ടോപ്പിലേക്ക് ഇനി അങ്ങോട്ട് പോകാനുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ജബൽ ജൈസില്. മൗണ്ടെയിൻ മാത്രല്ല, ഇവിടെ സ്ലെഡർ ഉണ്ട്. പിന്നെ അതായത് മൗണ്ടെയിന് താഴത്തേക്ക് കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇവിടെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ ഉണ്ട്. ഓക്കെ, അത് ലിമിറ്റഡ് ടൈമിലേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഇപ്പൊ വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഈ സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അത് ഈ സൈഡിലേക്ക് ഒമാനാണ്. അവിടെ സീ കാണുന്നില്ലേ, ആ സീ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമാനാണ്. ഇത്രേ ഉള്ളൂ. ജബൽ ജൈസിന്റെ ഡീറ്റെയിൽസ് ഇനി ബാക്കി കൊടുത്ത വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ, ഇത് കേടാണോ? കുറച്ചേരം കഴിയണം. കണ്ണൊന്ന് പുറത്തൊക്കെ 2 കണ്ണും നോക്കും. ഇല്ല, പേടിയാ അതിന് പാവം. അതിന്റെ ബാക്കിയുണ്ടോ ഇവിടെ? അതിന്റെ ബാക്കിയുണ്ടോ ഇവിടെ? ഭാഗ്യം. അയ്യോ, അതൊരു ക്യൂട്ടാ. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഒരു രാവിലെയാണ് കേട്ടോ ജബൽ ജൈസ് വിസിറ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്നൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് തിരിച്ചു പോരുക ചെയ്തത്. അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ക്യാമ്പിങ്ങും അതുപോലെ നിഖിലേട്ടൻ പറഞ്ഞ പോലത്തെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞാനും ചേച്ചി അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ നിഖിലേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. നിഖിലേട്ടൻ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ്, പ്ലസ് എൻ്റെ കസിൻ്റെ ഹസ്ബൻഡുമാണ്. നിങ്ങൾക്കൊന്നിരുന്ന് ആലോചിച്ചാൽ ഈ റിലേഷൻ മനസ്സിലാവും. ഇതാണ് നീതു ചേച്ചി, എൻ്റെ കസിനാണ്, നിഖിലേട്ടൻ്റെ വൈഫാണ്. ഞങ്ങൾ അവരുടെ വീട്ടിലായിരുന്നു കേട്ടോ റാസൽ ഖൈമയിൽ സ്റ്റേ ചെയ്തിരുന്നത്. സോ റാസൽ ഖൈമയിൽ വരുന്നവർ എന്തായാലും ജബൽ ജൈസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തോടെ. സോ ദുബായിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.